ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോൻ്റെ ബാക്കിയായിട്ട് ചെയ്യാട്ടേന്ന്. അപ്പോൾ ഇതാ ഞാൻ അത്താഴത്തിനായിട്ട് എണീറ്റിട്ടുണ്ട്. പാതി കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ആടിയാവുന്നിട്ട് ഞാൻ അത്താഴത്തിന് എണീച്ച് വരാം. കാര്യം എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. ഞാൻ വൈകിയാണ് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ എനിക്ക് എണീച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ 4:45 കഴിഞ്ഞിട്ടുണ്ടേന്. കാര്യം വൈകി എണീച്ചാലും ചെയ്യുന്നൊന്നുമില്ല. ഞാൻ രാത്രി തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടേനും കിടന്നിട്ടുണ്ടായത്. അതുകൊണ്ടാണെങ്കിലും ഞാനെല്ലാം ഒരു ടൈം പ്ലാൻ ഇതിലേക്ക് ചെയ്യാം. ഞാൻ 4:45 എണീക്കും. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടോ. ഒരു 4:15 മുന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പരിപാടിയൊക്കെ തീർക്കും. അപ്പം അങ്ങനെയൊക്കെയും എൻ്റെ ഒരു അത്താഴം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്നിതാ ഓവർനൈറ്റ് ഓട്സിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടേന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കട്ടെ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അങ്ങനെ മാലിക്ക് എണീക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ പരിപാടിയൊക്കെ തീർക്കണം കേട്ടോ. മാലിക്ക് ഞാൻ എണീച്ച് മാറിക്കഴിഞ്ഞാൽ അവൻ വേഗം തന്നെ അറിയും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പോയിട്ടൊന്ന് ഉറക്കിയിട്ടൊക്കെ വരും. ഇന്നിപ്പം എണീറ്റിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ഓതാനൊക്കെ ടൈം കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ കഴിഞ്ഞ റമദാനിലായിട്ട് ഞാൻ ഓരോ ഹത്തം വെച്ച് തീർത്തിട്ടുണ്ടായിന്. അങ്ങനെ ഈ റമദാനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ ഹത്തം. അപ്പോൾ പകുതിയോളായിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 പേജൊക്കെ ഞാൻ രാവിലെ ഓതലുള്ളു. ഇത്രയൊക്കെ ഓതാനെ മാക്സിമം ടൈം കിട്ടലില്ലോ. അപ്പത്തേനും തന്നെ മാലിക്ക് എണീക്കലുണ്ട്. ഇന്നിപ്പം 6:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പത്തേനും മാലിക്ക് എണീച്ചിട്ട് ഞാൻ പോയി കിടന്നിട്ടുണ്ടായിന് മാലിക്കിന്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ ഐസും മാലിക്കും എണീറ്റ് കഴിഞ്ഞ് എന്നെ വിളിക്കും ബൈക്കുട്ടിനെ എണീക്കല്. അപ്പോൾ ടൈം ഒരു 9:30-10 മണിക്കുള്ളിലായിട്ട് ആയിട്ടുണ്ടാവും. അപ്പം എണീറ്റ് വേഗം തന്നെ ഐസോനും മാലിക്കൊന്നുള്ള ചായയും സ്നാക്സും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ വേഗം ഞാൻ എൻ്റെ പണിയൊക്കെ ഒരുക്കും കേട്ടോ. കാര്യം എനിക്ക് വൈകുന്നേരം എനിക്ക് മടി കൂടും. അപ്പോൾ ആദ്യം തന്നെ അലക്കാൻ കുറച്ച് തുണിയൊക്കെ ഉണ്ടേന്. അതൊക്കെ മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ അലക്കുന്ന കല്ലുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ അധികം മെഷീനകത്ത് ഇട്ടിട്ട് എളുപ്പം നോക്കി തന്നെയാണ് ചെയ്യല്. അപ്പോൾ എനിക്കെല്ലാം കൂടി ആകുമ്പോൾ ടൈം തീരെ തികയൂല കേട്ടോ. അങ്ങനെ ഇതാ ഇന്നലെ കൊണ്ടുവച്ചിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇതങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇതിന്റെ കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിന്. ഇതിനകത്താണെങ്കിൽ സമൂസ ലീഫും ചീസും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെ എന്നിട്ട് അത്താഴത്തിന് എണീറ്റപ്പം കണ്ടപ്പേനും എടുത്തിട്ട് ഫ്രീസർ കയറ്റിയിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ബോട്ടിലായിട്ട് നിറച്ച് വെക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് പോയി കഴിഞ്ഞാലും ഒരുപാടൊന്നും കണ്ട് വാങ്ങൂല കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ രണ്ടാളും മാത്രമുള്ള വീടായതുകൊണ്ട് നമുക്ക് ഈ 1 കിലോനും 2 കിലോനും വാങ്ങിയാൽ തന്നെ ഒരുപാട് നാളെ എത്തും. നമ്മളെ ഹൗസ് വാമിങ് കഴിഞ്ഞ ടൈമിലുണ്ടല്ലോ നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിനെ. അപ്പൊ രണ്ടാൾ നിൽക്കുന്നിടത്ത് ഇതൊന്നും എങ്ങനെ നോക്കിയാലും തീരില്ല. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മളടുത്ത് മോശമായി പോയിട്ട് കളയേണ്ട വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ സാധനമൊക്കെ വാങ്ങുമ്പോൾ നോക്കിയും കണ്ടു മാത്രമേ വാങ്ങലില്ലൂ. അങ്ങനെ പിന്നെ റീസ്റ്റോക്കിംഗ് പരിപാടിയൊക്കെ വേഗം തന്നെ കഴിക്കുന്നുണ്ട്. ഒരുപാട് സാധനം ഇല്ലാത്തതുകൊണ്ട് ഇത് വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഇന്ന് ഹനീത്ത് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത് ഹനീത്തിന്റെ എക്സാക്ട് വേർഷൻ ആണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാനിത് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ട് സേവ് ചെയ്ത് അതുപോലെ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഹാഫ് കെ ജി ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇതിന് അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായത്. അതിനായിട്ട് ഞാനിത് ഗോൾഡൻ ബസ്മതി റൈസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു പ്രശ്നമാണ്, നോമ്പെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാധനവും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കാണണം. അതൊക്കെ ഞാൻ കഴിക്കുന്ന ഒരു വിചാരമായിരിക്കും. പക്ഷെ ഒന്നും കഴിക്കാനും പറ്റൂല. അങ്ങനെ ഒരു ആവേശത്തിന്റെ പുറത്ത് ഇതാ 1 kg ആണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം അരി ഞാൻ കുതിർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിന്റെ ശേഷം ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ. ഇവിടെ ചിക്കനും ബീഫും ഒക്കെ വാങ്ങുന്ന ടൈമിലുണ്ടല്ലോ ഞാൻ ഇതേപോലെ 2-3 പാത്രത്തിലായിട്ട് ഭാഗിച്ച് വെക്കൂട്ടാ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്ത പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് പിന്നെ ഒരു കറിക്കുള്ളതും കൂടി മാറ്റിയിട്ടാണ് നമുക്ക് ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ളതും കൂടി എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഹനീത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ള മസാലപ്പൊടി എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഞാൻ മന്തിരതായാലും എന്തിൻ്റെതായാലും ഈ മസാലപ്പൊടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട് ചെയ്യുക. അപ്പൊ അത് ഞാൻ അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കുന്നുണ്ട്. ഒരു മസാല നമുക്ക് 1 kg വേണ്ട അളവിലല്ല കേട്ടോ. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുകളിൽ സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കാട്ടോ. അങ്ങനെ പിന്നെ അതിന്റെ മസാല ഒക്കെ ഉണ്ടാക്കി പൊടിച്ചു വെച്ചിട്ട് ഞാൻ ചിക്കൻ കൂടി ക്ലീൻ ചെയ്ത് ചിക്കനിലേക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വന്നിട്ടുള്ള മസാല ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാണ്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് 2 മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം മാഗി ക്യൂബിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പിന്റെ ആവശ്യമില്ല. എന്നാലും കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൂടി വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാട്ടോ. ഈ ഒരു ടൈമിൽ കുറച്ച് ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടല്ല മന്തി അല്ലാത്ത എന്തുണ്ടാക്കാനും കുറെ ടൈം വേണം കേട്ടോ. അപ്പൊ ഷെപ്പിക്കയും കൂടി ഒരു സഹായത്തിന് കൂടിയിട്ടുണ്ടായിന്. നമ്മള് ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി വെച്ചിട്ട് ഈ ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു ടൈമിലല്ലേ ഇതിന്റെ മുകളിൽ കൂടി നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ സ്റ്റോക്ക് വാട്ടർ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് കുറച്ച്
വലിയൊരു പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. നമുക്ക് നല്ല നീളത്തിൽ നൈസായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ അരിയും പോലെ അരിഞ്ഞിട്ടുള്ള ഒരു 4 സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 തക്കാളി ചോപ്പ് ചെയ്തതും ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ടേനും. അതിന്റെ ഒരു ക്ലിപ്പ് മിസ്സായി പോയി തന്നിട്ടാ. പിന്നെ അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർക്കണമെങ്കിലും പിന്നെ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിട്ടില്ലേ. നമ്മള് ചിക്കൻ വേവിച്ചതിലുള്ള ബാക്കി സ്റ്റോക്ക് വാട്ടർ നമുക്ക് അളന്നിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാര്യം നമ്മൾ എത്ര അരി എടുത്തിനോ അതിന് നേരെ ഡബിൾ ആണ് ഇതിലേക്ക് വേണ്ട വെള്ളം വേണ്ടത്. അപ്പം സ്റ്റോക്ക് വാട്ടർ കഴിച്ചിട്ടില്ല ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കുതിർത്തി അരിയിട്ട് പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വീഡിയോ എടുപ്പ് കൂടി ഇല്ലോണ്ടാണെന്നൊന്നും അറിയില്ല, എനിക്കിതെല്ലാം കൂടി ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടേനു കേട്ടോ ആവാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ചെയ്ത് തുടങ്ങിയ പിന്നെ അയ്യോ വേണ്ടേനെന്ന് തോന്നിയിട്ടുണ്ടായിന്. കാര്യം ഞാൻ അടുക്കള കിടന്ന് വെന്തുരുകി തീരാനായിട്ടുണ്ടേനു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായത് ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ഈ ഹണി തന്നെ നോമ്പ് മുറിക്കുമ്പോൾ കഴിക്കാനേനു കേട്ടോ. അപ്പം അനിയത്തി വിളിച്ചിട്ടുണ്ടേനെ ഓളിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന്. എന്തായാലും ഈ ഒരു ടൈമിൽ ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് പോയി കിടക്കാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. പൈസോനും മാലിക്കോനും ലഞ്ചിനേക്കിന്റെ ഇതായിക്കോട്ടെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായത്. പക്ഷെ ആയിട്ടില്ലേനെ കേട്ടാ. അപ്പൊ ഞാൻ അവർക്ക് രണ്ടാക്കും കുറച്ച് പയറുകഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേനെ. അതിന്റെ ഇടക്ക് കഞ്ഞുകൂടിയെല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഐസോനും മാലിക്കോനും ഷിബിക കൊണ്ടുപോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പണിയൊക്കെ നമുക്ക് ഒഴിവായി. അപ്പൊ നമ്മളെ മന്തി ഇവിടെ നമ്മളെ ഹനീത്ത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് മൂടിയിട്ട് ഇതൊന്ന് ദം ചെയ്യാനുണ്ട്. അപ്പം ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്ര ആയി കഴിഞ്ഞപ്പോ തന്നെ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയപ്പോ തന്നെ 3 നല്ല ഉറക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇവർ കറക്റ്റ് വരതാക്കാണ്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. എനിക്ക് ഉറങ്ങുമ്പോൾ ആണെങ്കിൽ ഫുള്ള് ഇരുട്ടാക്കിയിട്ട് ഞാൻ ഉറങ്ങൂലും. എന്നാലും എനിക്ക് കുറച്ച് ടൈമെങ്കിലും ഉറങ്ങാൻ പറ്റും കേട്ടോ. ഓണം ക്ഷീണിച്ച് ഉറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് അധികം ഒന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ 8 എണീച്ച് നോക്കുമ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആയിരുന്നു എന്റെ കണ്ണിൽ. അങ്ങനെ 4:45 ആയിട്ടുണ്ടായില്ലോ. പിന്നെ വേഗം ഞാൻ എണീറ്റ് വീണ്ടും ബാക്കി പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ആ പരിപാടിയൊന്നും ഇല്ല. പിന്നെ വേഗം എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്നാക്സ് സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിന്. അപ്പൊ ആ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് അങ്ങ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ച്. അപ്പൊ നോക്കിയിട്ട് എങ്ങനെയാവുന്നില്ല. ലാസ്റ്റ് എനിക്ക് പ്രാന്തായിട്ട് ഞാനത് മതിയാക്കിയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു 5 അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഈ ഒരു കടി ഉണ്ടാക്കുന്നതിന്റെ റീല് കണ്ട സമയത്തുണ്ടല്ലോ ഭയങ്കര സിമ്പിൾ ആണെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പൊ ഞാൻ സേമിയ തന്നെ പൊടിക്കാൻ നോക്കിയിട്ടൊന്നും ആവുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തൊക്കെ എടുത്തിട്ടേനും ബാക്കി ചെയ്തിട്ടുണ്ടായത്. ഇത്ര ആയപ്പോ തന്നെ ഞാനിത് മതിയാക്കിയിട്ട് അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം പൊതുവേ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം കുഴച്ചിട്ട് എന്താ പറയുക മാവ് അരച്ചിട്ടും ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ മാവ് കുഴച്ച് പരത്തിയിട്ട് ദോശ ഇട്ടിട്ട് അങ്ങനെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കും. ഇതിപ്പോൾ അതിനൊന്നും കഴിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ സമൂസ ലീഫ് വെച്ചിട്ടേനു കേട്ടോ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായ സാധനം. ഞാൻ വിചാരിച്ച പോലെ ഇല്ല കേട്ടോ, കുറച്ച് നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ചട്ടിപ്പത്തിരി നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ എങ്ങനെയാണോ മാവ് കഴിച്ചിട്ട് ഉണ്ടാക്കുക സെയിം ചട്ടിപ്പത്തിരി തന്നെ ആയിട്ടുണ്ടേന്. എന്റെ വീഡിയോയിൽ ഞാനിപ്പോൾ പറയുന്നതാണ്, ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കടിയും ഇപ്പൊ ഷെപ്പിക്കാരുടെ വീടും എന്റെ വീടും അത്രയും അടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കടിയും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. പിന്നെ ബ്രദറിന്റെ വൈഫും കുറച്ച് കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായപ്പം ഉമ്മത് മുകളിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിന്. അങ്ങനെ അതും മുറിച്ചിട്ടും പൊരിച്ചിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ചധികം കടി തന്നെ ഉണ്ട് കേട്ടോ, കുറച്ച് കനത്തിൽ തന്നെ ഉണ്ട് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എല്ലാവർക്കും പച്ചമുന്തിരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് പച്ചമുന്തിരി വാങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ആദ്യം ഞാനുണ്ടല്ലോ ബത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ലൈം ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഞാൻ പൊതുവെ ലൈം കണ്ടാല് മലന്നടച്ച് വെക്കുന്ന ആളാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നോമ്പ് മുറിക്കുന്ന ടൈമിൽ ഒരു 3-4 ഗ്ലാസ് എങ്കിലും ലൈം ഞാൻ അകത്താക്കും. ഒറ്റ വലിക്ക് കുടിക്കുകയും ചെയ്യും. പിന്നെ വേറെ ഒരു കടിയും കഴിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെപ്പിക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈം ഉണ്ടാക്കണ്ട, നമുക്ക് ബത്തൊക്കെ ജ്യൂസ് അടിക്കാന്നുള്ളത്. അങ്ങനെ ഇന്ന് ബത്തൊക്കെ ഇനം ജ്യൂസ് അടിച്ചിട്ടുണ്ടായ. പിന്നെ കടിയെല്ലാം ഇതാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കടി കുറഞ്ഞു പോകുന്നില്ല പേടിയേനും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഹനീത്തിന്റെ കൂടെ 2 കടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഇതിപ്പം എല്ലാം കൂടി ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുണ്ട്. പിന്നെ എന്റെ സ്ഥിരം പരിപാടിയാണ് ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാന്നുള്ളത്. അതിപ്പം ഇരുന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറാന്ന് കേട്ടോ. ഇതിപ്പോ ഇരിക്കാത്ത ദിവസവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം പോയാലൊരു 10 മിനിറ്റ്, അതിന്റെ കൂടുതൽ നമ്മൾ നോമ്പ് മുറിക്കാനുള്ള ടൈം എടുക്കലില്ല കേട്ടോ. ഉണ്ടല്ല നോമ്പ് മുറിക്കുന്നവരെ ഒരു ദാഹോഷീണോ ഒന്നും ഉണ്ടാവലില്ല. പക്ഷെ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകലുണ്ടല്ല, ഇത് തുടങ്ങി കഴിഞ്ഞാല് എനിക്ക് ക്ഷീണം വരുന്ന വഴി അറിയില്ല. നോമ്പ് മുറിച്ച് കഴിഞ്ഞോടെ ഷെപ്പിക്ക വേഗം പള്ളിയിലോട്ട് പോകും. പിന്നെ ചില ദിവസം ഞാൻ ഷെപ്പിക്ക വന്നിട്ട് ഒന്നിച്ച് വന്നിട്ട് പാത്രം തികച്ചും കൈവെക്കല്. ഇതിപ്പം ഞാൻ അങ്ങനെ കൈവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടി ഒന്നും നോക്കണ്ടാത്തതുകൊണ്ട് കുറെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രയറിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓത്തും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷെപ്പിക്ക തറാവിയും കൂടി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കൂലോ കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഞാൻ ഐസോനും മാലിക്കോനും ഉള്ള ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടല്ല എവിടെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വീട്ടിൽ നിന്നാലും അതെ പൊറോട്ടയും ബിരിയാണിയും ഒന്നും അല്ലാത്ത വെറൈറ്റി ആയിട്ടില്ല ഒന്നും തന്നെ കഴിക്കലില്ലായിരുന്നു. അങ്ങനെ
അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് വന്നേ പിന്നേനും ആദ്യമായിട്ട് ഇവിടുത്തെ മരം മന്തി കഴിച്ചിട്ടുണ്ടായത്. അപ്പം തന്നെ ഞാൻ മന്തിയുടെ ഫാനായി. അപ്പം തന്നെ ഞാൻ ബിരിയാണി വിട്ട്. പിന്നെ ഇപ്പം ഞാൻ മന്തിയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പം മന്തി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടുന്ന പറഞ്ഞിട്ട് എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടില്ലേനു. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ സോഡയാണ്, നോർമൽ സോഡയല്ല, നമ്മൾ നാരങ്ങ സോഡ എന്നെല്ലാം പറയുന്നതിൻ്റെ വേറൊരു വേർഷൻ. ഇത് നമ്മളെ ഉപ്പിലിട്ട മാങ്ങേൻ്റെ നീരൊക്കെ വെച്ചിട്ടുള്ള ഒരു സോഡയാണ് കേട്ടോ. ഇത് സാധനം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കേടാ.